എന്നാൽ അതുമാത്രം ലാഭമാകെ. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ വിശുദ്ധിയെ തികച്ചെന്ന് പറഞ്ഞു പോകാം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ വിശുദ്ധിയെ തികച്ചെന്ന് പറഞ്ഞു പോകാം. പ്രായം നോക്കാതൊരു നാൾ അതു നമ്മിൽ വന്നിടും. ഉച്ചവരെ നാം പിരിയും, മറ്റൊരു യാത്ര തുടങ്ങും. ക്രിസ്തുവിൻ വഴിയെ പോയാൽ തൻ വീട്ടിൽ നാം എത്തും. ഉച്ചവരെ നാം പിരിയും, മറ്റൊരു യാത്ര തുടരും. ക്രിസ്തുവിൻ വഴിയെ പോയാൽ തൻ വീട്ടിൽ നാം എത്തും. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ വിശുദ്ധിയെ തികച്ചെന്ന് പറഞ്ഞു പോകാം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ വിശുദ്ധിയെ തികച്ചെന്ന് പറഞ്ഞു പോകാം. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി വീണ്ടും ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് തുടർന്നുള്ള സമയങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് വേർതിരിക്കാം. ഇന്ന് രാത്രി ദൈവം നമ്മെ ഒരുമിച്ച് അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ തന്നെ ഇന്ന് രാത്രി പ്രാർത്ഥനാ ധ്വനിയുടെ നമ്മുടെ കേരള ചാപ്റ്ററിന്റെ ഈ പ്രാർത്ഥനാ സംഗമത്തിൽ കടന്നു വന്നിരിക്കുന്ന ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ബിഷപ്പന്മാർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ നമ്മുടെ പ്രിയ ബിഷപ്പന്മാരെല്ലാവരും കടന്നു വന്നിട്ടുള്ള കേരള ചാപ്റ്ററിന്റെ ചെയർമാനായിരിക്കുന്ന പ്രിയ ഹാൻലി പാസ്റ്റർ, അതുപോലെ തന്നെ എറണാകുളം യൂണിറ്റിന്റെ ചെയർമാനായിരിക്കുന്ന അനൂപ് പാസ്റ്റർ, കൊല്ലം യൂണിറ്റിന്റെ ചെയർമാനായിരിക്കുന്ന നമ്മുടെ രാജു പാസ്റ്റർ, അതുപോലെ തന്നെ ബിന്ദു സിസ്റ്റർ, സജി പാസ്റ്റർ, അതുപോലെ തന്നെ മറ്റെല്ലാ പ്രിയപ്പെട്ടവരും മിനിസ്റ്റർ, എല്ലാ പ്രിയപ്പെട്ടവരെയും നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനത്തെയും ഈ മീറ്റിംഗിലേക്ക് ഇന്ന് രാത്രി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാത്രി ദൈവം ഒരുമിച്ച് അവിടെ സന്നിധിയിലായിരിക്കാം. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം മധ്യസ്ഥാനത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ അവിടുന്ന് പകരുവാൻ തക്കവണ്ണം ദൈവം ഇന്ന് രാത്രി നമുക്ക് അവിടുന്ന് കൃപ തരുമാറാകട്ടെ. വേഗത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ സമയത്തെ നമുക്ക് വേർതിരിക്കാം. ഇന്ന് രാത്രി മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യുവാനായി ആലപ്പുഴ യൂണിറ്റിന്റെ ചെയർമാനായിരിക്കുന്ന മിനി ജൂബയാണ് ഇന്ന് രാത്രി നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത്. തുടർന്നുള്ള സമയങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യുവാനായി പ്രയോഗയുടെ സമയത്തെ വേർതിരിച്ചുകൊണ്ട് ദിവസത്തിലിരിക്കും. ദൈവം ഇന്ന് രാത്രി നമ്മെ ഒരുമിച്ച് അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ. ഈ രാത്രി സമയം നമുക്ക് ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ എല്ലാവിധമായ നന്മകൾക്കായി കർത്താവിന് മഹത്വം കരയേറ്റുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്തൃദാസൻ, പ്രാർത്ഥനാ ധ്വനിയുടെ എല്ലാ ഉത്തരവാദിത്തപ്പെട്ടവർക്കും സ്തോത്രം. ലൈനിൽ ജോയിൻ ചെയ്ത വാത്സല്യ കർത്തൃദാസന്മാർ, ദൈവദാസി എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമുക്ക് തുടർന്നുള്ള സമയം പ്രാർത്ഥനകൾക്കായി ദൈവത്തിന്റെ സമയത്ത് വേർതിരിക്കാം. ചുരുക്കം ചില സമയങ്ങൾ മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ എങ്കിലും നമുക്ക് ലഭിക്കുന്ന സമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി ചിലവഴിപ്പാൻ ലഭിക്കുന്നത് ഏറ്റവും അനുഗ്രഹവും സന്തോഷവും ദൈവസന്നിധിയിൽ അത് നമുക്കുള്ള ധൈര്യവുമാണ്. ആമേൻ. ദൈവത്തിന്റെ അടുക്കലേക്ക് വരുന്നവൻ ദൈവമുണ്ടെന്നും താൻ അപേക്ഷിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി ആമേൻ കർത്താവ് പ്രവർത്തിക്കുന്നു എന്നുള്ളതും നമുക്ക് ദൈവത്തോടുള്ള ധൈര്യം. സ്തോത്രമാകയാൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലാം. പ്രത്യേകാൽ നമ്മുടെ പ്രാർത്ഥനാ ധ്വനിക്കായി സ്തോത്രം ചെയ്യാം. ദൈവാത്മ നിയോഗത്താൽ വളരെ വർഷങ്ങൾക്ക് മുൻപ് സ്തോത്രം ദൈവിക വാക്കുകളെ അനുസരിപ്പാൻ കർത്താവ് പ്രിയ കർത്തൃദാസിന് കുടുംബത്തിന് ദൈവം നൽകിയ വലിയ ആത്മനിയോഗങ്ങൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ആ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചേർന്ന് നിൽക്കുമ്പോൾ സ്തോത്രം വളരെ അഭിമാനവും സന്തോഷവും ഉണ്ട്. സ്തോത്രം. ദൈവസന്നിധിയിൽ സ്തോത്രം നമുക്ക് ഒരുമിച്ച് ഈ കുടക്കീഴിൽ ഒരുമിച്ചായിരിക്കാൻ ദൈവം ഇടയാക്കിയത് ആത്മനിയോഗത്തോട് ചേർന്ന് നിൽപ്പാൻ നൽകിയ അവസരങ്ങളും മനസ്സൊരുക്കവും തന്നെയാണ്. ആകയാൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ ധ്വനിയുടെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം.
പ്രത്യേകാൽ ബെൻസം പാസ്റ്റർ കുടുംബത്തെ നമുക്ക് ദൈവകരങ്ങളിൽ ഓർക്കാം, പ്രവർത്തനങ്ങളെ ദൈവസ്ഥിതിയിൽ സമർപ്പിക്കാം. പ്രാർത്ഥനാ ധ്വനിയിൽ കൂടെ ദൈവം പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും, ചാരിറ്റി വർക്കുകൾ, ദൈവവചന സന്ദേശങ്ങൾ യൂട്യൂബ് ചാനൽ വഴിയും ഫേസ്ബുക്ക് ലൈവ് വഴിയും അല്ലെങ്കിൽ മറ്റ് ഇതര ചാപ്റ്റേഴ്സ് ത്രൂ ദൈവം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുവാൻ നമുക്ക് ദൈവസ്ഥിതിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മെല്ലാവരും ചേർന്ന കർത്താവിന് സ്തോത്രം കരയേറ്റി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ നല്ല കർത്താവെ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. പ്രാർത്ഥനാദിനയുടെ ഈ പ്രാർത്ഥനാ സംഗമത്തിൽ, കേരള ചാപ്റ്ററിന്റെയും പ്രാർത്ഥനാ സംഗമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിൽ തലവണക്കുവാൻ സ്വർഗ്ഗം തന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവ് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ഇന്ന് രാത്രി അഭിഷിക്ത പറഞ്ഞ എല്ലാ പ്രാർത്ഥനാ വിഷയത്തെയും തൃക്കരങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക പ്രാർത്ഥനാദിനെയും അതിന്റെ പ്രവർത്തനങ്ങളെയും തൃക്കരങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എത്രത്തോളം ദൈവം അനുഗ്രഹിച്ച് മാനിച്ച വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെയും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ കർത്താവിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിക്കുവാൻ തക്കവണ്ണം, ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിക്കുവാൻ തക്കവണ്ണം സ്വർഗ്ഗം ഇടയാക്കിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പിന്നെയും ശക്തമായ നാളുകളിൽ കർത്താവ് ഈ പ്രാർത്ഥനാധ്വനിയും അനേകരുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ, ഇതിൽ കൂടി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് അനേകരുടെ ജീവിതത്തിൽ ആശ്വാസമായി തീരുവാൻ, ബലമായി തീരുവാൻ തക്കവണ്ണം സ്വർഗ്ഗം ഇടയാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കർത്താവ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയ ബെൻസമാസ്റ്റർ കുടുംബത്തെ ദൈവങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളുടെ ഹൃദയത്തിൽ ദൈവം കൊടുത്ത കാഴ്ചപ്പാടുകൾക്കായി, ദർശനങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ നാളുകളിൽ കർത്താവ് ദൈവത്തിന്റെ പ്രവർത്തിക്കുന്ന കൂടി ദിവസങ്ങൾ ചെയ്തെടുക്കുന്ന കൃപകൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ആവശ്യമായ ദൈവിക കൃപകൾ ഞാൻ കർത്താവിന്റെ ദാസന മേലെ അവിടെ നിന്ന് വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ, മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ, അനേകർക്ക് വിടുതലായി തീരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് കർത്താവ് ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ സാരഥി ഞങ്ങളുടെ നടുവിൽ അവിടെ നിന്ന് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം രാത്രി പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി നന്ദി, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ആമേൻ, ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് കർത്താവിന് മഹത്വം കരയേറ്റാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നോർത്ത് ഇന്ത്യക്കായി വിശേഷാൽ പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വല്ലാത്ത പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന വാർത്തകളും സ്തോത്രം അനുഭവങ്ങളും നാം കേൾക്കാൻ കാരണമായി തീർന്നു. നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ സർക്കിളിലുള്ള അനുഭവങ്ങളൊക്കെ നാം കണ്ടും കേട്ടും ഒക്കെയാണ് ആയിരിക്കുന്നത്. അനേക സഭകൾ പൂട്ടപ്പെടുന്ന അനുഭവങ്ങളിലേക്ക് നയിക്കപ്പെടുവാനിടയായി തീർന്നു. നമുക്ക് സ്വാതന്ത്ര്യവും സാഹചര്യങ്ങളും ഒക്കെ അനുകൂലമായിരിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കേരളത്തിൽ ഉണ്ട്, ഇപ്പോഴുണ്ട്. എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും, സ്നേഹിതർ പലരും വല്ലാത്ത പ്രയാസഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്നു. ചെയ്യാത്ത കുറ്റങ്ങൾക്കും അടിച്ചേൽപ്പിക്കപ്പെടുന്ന മറ്റ് പ്രയാസങ്ങളൊക്കെ ഈ ദിവസങ്ങൾ കടന്നു പോകുകയാണ്. വല്ലാത്ത ഭീഷണികളെ ഫേസ് ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടല്ലോ. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നോർത്ത് ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പ്രത്യേകം ഛത്തീസ്ഗഡിനായി നമുക്ക് ദൈവസന്നിധിയിൽ യാചിക്കാം. ഈ വിശ്വാസത്തിന്റെ അനുഭവങ്ങൾ ഏറ്റെടുത്ത പ്രിയപ്പെട്ടവർ പ്രതികൂലങ്ങളുടെ നടുവിൽ ഒറ്റും പോലും പതറിപ്പോവാനിടയാകാതെ ഈ വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടുന്നതിനു വേണ്ടി, ആ വിശ്വാസത്തിൽ തന്നെ അടിയുറച്ചു നിൽപ്പാൻ ആവശ്യമായ സാഹചര്യങ്ങൾ അവരുടെ മനസ്സിന് ദൈവം ബലം നൽകേണ്ടുന്നതിന് വേണ്ടിയും ദൈവാത്മാവിന്റെ സഖിത്വം അനുഭവിച്ചുമായിരിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവകരങ്ങളിൽ ഓർക്കാം. നമ്മുടെ അറിവിൽപ്പെട്ടും പെടാതെയും നമ്മുടെ ആമേൻ സ്തോത്രം സ്നേഹിതരായിട്ടുള്ളവരൊക്കെ ഈ പ്രയാസത്തിൽ കൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടാകയാൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. സുവിശേഷ വിരോധികളാൽ പീഡിപ്പിക്കപ്പെടുന്ന അനുഭവങ്ങൾ, അങ്ങനെ പ്രയാസങ്ങളെ തരണം ചെയ്യുന്ന ദൈവദാസന്മാർ, സഭകൾ, ഇപ്പോൾ വിശ്വാസ അനുഭവത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ പ്രയാസങ്ങളെ പ്രതികൂലങ്ങളെ ഒന്നും ഭയപ്പെട്ട് ആമേൻ ഈ വിശ്വാസം വിട്ടുഴന്നു പോവാൻ ഇടവരാതെ ദൈവം അവരെ കാത്തു നിർത്തേണ്ടുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നോർത്ത് ഇന്ത്യക്കായി സുവിശേഷ വിരോധികളാൽ പ്രയാസപ്പെടുന്ന സഭകളെയും കർത്തൃദാസന്മാരെയും പ്രവർത്തനങ്ങളെയും വിശ്വാസ സമൂഹത്തെയും ദൈവസന്നിധിയിൽ ഓർത്ത് ആമേൻ സ്തോത്രം നാം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം മറ്റൊരാൾക്ക് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ അവിടുത്തെ നാമത്തെ സ്തുതിക്കുന്നു.
ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഒരുമിച്ച് കർത്താവെ പ്രാർത്ഥനാ ധ്വനി ഓൺലൈൻ മീറ്റിംഗ് ആയി വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി തിരുസന്നിധിയിൽ വീണ്ടും അടുത്തു വരുന്നു. കർത്താവിന്റെ കൃപ ഇതുവരെയുള്ള ദിനങ്ങളിൽ ഞങ്ങളുടെ മേല് പകർന്നതിനാല് സ്തോത്രം. പ്രത്യേകിച്ച് ഞങ്ങള് നോർത്ത് ഇന്ത്യയോടുള്ള ബന്ധത്തില് കർത്താവെ പ്രവർത്തനങ്ങളെ നിന്റെ സന്നദ്ധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമത്തെ അറിയാത്ത അനേക ജാതികള്, അനേക വ്യക്തികൾ, കർത്താവെ അനേക മനുഷ്യര്, ഇടങ്കയും വലങ്കയും തിരിച്ചറിയാൻ കഴിയാതെ ആയിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുടെ നടുവില് കർത്താവെ ഞങ്ങളുടെ സംസ്ഥാനത്ത് നിന്നും മറ്റനുഭവങ്ങളിൽ നിന്നൊക്കെ അവിടുത്തെ നാമം വഹിച്ച് കടന്നു പോകുന്ന അങ്ങയുടെ ദാസന്മാരുണ്ട്, അവരുടെ കുടുംബങ്ങളുണ്ട്, മറ്റു പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഞങ്ങൾ അവിടുത്തെ സന്നദ്ധിയിലേക്ക് ഏൽപ്പിച്ച് സമർപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഓർപ്പിച്ചതുപോലെ ചെന്നായ്ക്കളുടെ നടുവില് കുഞ്ഞാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞ കർത്താവിന്റെ സന്നദ്ധിയിൽ ഏൽപ്പിച്ച് സമർപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ അവിടുത്തെ കരം നിന്റെ മക്കൾക്ക് അനുകൂലമാകണമേ. ദൈവത്തിൻ്റെതായിരിക്കുന്ന നീതിയെയും ദൈവിക ന്യായത്തെയും ദൈവിക രക്ഷയുടെ സന്തോഷത്തെയും കർത്താവെ അവരുടെ ഉള്ളങ്ങളിലേക്ക് പകർന്നു കൊടുക്കുമാറ് ദൈവകൃപയുടെ അളവറ്റ വ്യാപാരം അവരിൽ അവിടുന്ന് വെളിപ്പെടുത്തേണ്ടതിനായി സ്തോത്രം. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും ദൈവവചനത്തെ ഉറപ്പിച്ചു പോകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം കർത്താവെ ഈ നാളുകളില് അത് അനുഭവിപ്പാൻ, അത് അവരിലൂടെ വെളിപ്പെടുവാൻ, കർത്താവെ ആ വെളിപ്പെടുന്ന ദൈവപ്രവർത്തികളിലൂടെ അനേകര് ക്രിസ്തുവിനെ അറിയുവാൻ, കർത്താവെ രക്ഷയുടെ സന്തോഷത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ വലിയ ദൈവം അവിടുന്ന് കൃപ ചെയ്യേണ്ടതിനായി സ്തോത്രം. ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. യെരൂശലേമിലുണ്ടായ പീഡ നിമിത്തം ദൈവസഭ കർത്താവെ ചിതറിപ്പോയെങ്കിലും അവർ കടന്നു ചെന്ന സ്ഥലങ്ങളിലൊക്കെ അവിടുത്തെ നാമത്തിന്റെ മഹത്വം വെളിപ്പെട്ടെങ്കിൽ, അനേകർ അവിടുത്തെ നാമത്തെ അറിഞ്ഞെങ്കിൽ, ദൈവസഭകൾ ഉടലെടുക്കുവാൻ ഇടയായെങ്കിൽ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ഈ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തില് കർത്താവെ നോർത്ത് ഇന്ത്യയിലെ വിവിധ അനുഭവങ്ങളില് അങ്ങയുടെ ദാസന്മാർ പീഡിപ്പിക്കപ്പെടുമ്പോ, കർത്താവെ അവരുടെ വേലയോടുള്ള ബന്ധത്തില് അവർ ഭ്രഷ്ടരാക്കപ്പെടുമ്പോ ദൈവത്തിന്റെ കരം അവരോട് കൂടെ ഇരുന്ന് കർത്താവെ അതിലൂടെ അവിടുന്ന് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന പ്രവൃത്തികള് തികയ്ക്കേണ്ടതിന് ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവകരം അനുകൂലമായി വെളിപ്പെടുന്നത് കൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ നിന്റെ വചനപ്രകാരം നിനക്ക് അല്പം കൊണ്ടും നിനക്ക് അധികം കൊണ്ടും പ്രവർത്തിപ്പാൻ കഴിയുമല്ലോ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോ ആദിയിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യവും ആലോചനകളും മഹത്വമേറിയ പ്രവൃത്തികളും വെളിപ്പെടുവാനിടയാകട്ടപ്പാ. നിന്റെ നീതിക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ അവിടുത്തെ നാമനിമിത്തം അന്യായമായി തടങ്കിലാക്കപ്പെട്ടിരിക്കുന്ന ദൈവദാസന്മാരുണ്ട്, ദൈവദാസ്യന്മാരുണ്ട്. കർത്താവേ വിശ്വാസ സമൂഹങ്ങളിലെ പ്രിയപ്പെട്ടവരുണ്ട്, സഹോദരങ്ങളുണ്ട്. അവരെല്ലാം ഞങ്ങൾ നിന്റെ സന്നദ്ധിയിലേക്ക് സമർപ്പിച്ച് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. എന്റെ ദൈവത്തിന്റെ കരം അവർക്ക് അനുകൂലമായിരുന്ന് അവരോട് കർത്താവേ അവിടുത്തെ കരം കൂടെ ഇരുന്ന് കർത്താവേ അവരെ ബലപ്പെടുത്തി, അവരെ ധൈര്യപ്പെടുത്തി, കർത്താവേ ജയിലിന്റെ ഉള്ളിലും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമാറ്, രക്ഷയുടെ സുവിശേഷം പങ്കുവയ്ക്കപ്പെടുമാറ് ആത്മാവിന്റെ ബലം അവരുടെ മേൽ പകരേണ്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നപ്പ. നിന്റെ ദാസനായ പൗലോസ് പറഞ്ഞതുപോലെ ദൈവവചനത്തിനോ ബന്ധനമില്ലല്ലോ. അകവന ശമ്പരവനകതരകത്യാര അതേ അധികാരവും അതേ മഹത്വവും അതേ ശക്തിയും ഈ നാളുകളിലും വെളിപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സഹായിക്കേണ്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വിശ്വാസത്തില് ആയിരിക്കുന്ന പുതിയ വിശ്വാസത്തിന്റെ അനുഭവങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന പുതിയ കർത്താവേ നാളുകളിലേക്ക് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിലും ദൈവിക കരുതലുകളെ അവിടുന്ന് വെളിപ്പെടുത്തണമേ. ഉറച്ചു നിൽപ്പാൻ കർത്താവേ അവസാനത്തോളം ഉറച്ചു നിൽപ്പാനുള്ള ദൈവകൃപ, ദൈവ സാന്നിധ്യം, ദൈവിക ബലം നീ അവരുടെ മേലും പകരേണ്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവകരങ്ങളിലേക്ക് അങ്ങയുടെ ദാസി പറഞ്ഞ വിഷയങ്ങളെല്ലാം ഒരിക്കലൂടെ സമർപ്പിക്കുന്നു. അവിടുത്തെ പ്രവൃത്തി അവിടുന്ന് വെളിപ്പെടുത്തുന്നത് കൊണ്ട് സ്തോത്രം. അവിടുത്തെ നാമത്തെ അവിടുന്ന് മഹത്വപ്പെടുത്തുന്നത് കൊണ്ട് സ്തോത്രം. അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവർത്തികളും അവിടുന്ന് വെളിപ്പെടുത്തി അവിടുത്തെ നാമത്തെ അവിടുന്ന് വീണ്ടും ഉയർത്തുന്നത് കൊണ്ട് സ്തോത്രമപ്പ. നിന്റെ പ്രവൃത്തികൾക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടെ ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിന് ഏറ്റവും വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് സ്തോത്രം, സ്തോത്രം. അത്ഭുതങ്ങൾ നോർത്ത് ഇന്ത്യയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനായി നമുക്ക് വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന തലമുറകൾക്കായി നമുക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. പ്രത്യേകാൽ വഷളത്വം നിറഞ്ഞ സ്തോത്രം ഒരു പ്രത്യേക അനുഭവത്തിൽ കൂടെയൊക്കെ തലമുറകൾ, വിവിധ പ്രായക്കാരായ കുഞ്ഞുങ്ങളൊക്കെ കടന്നു പോകുന്നു. തീരെ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ അനുസരണക്കേടും ധാർഷ്ട്യവും താഴ്മയില്ലാത്ത അനുഭവങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു പ്രത്യേക അനുഭവത്തിൽ കൂടെ കടന്നു പോകുക. പ്രത്യേക ടെക്നോളജികളെല്ലാം വർദ്ധിച്ചത് മുഖാന്തരം അവരുടെ അറിവ് ചീർത്തിട്ട് സ്തോത്രം കുടുംബങ്ങളിൽ സ്പർദ്ധയും ശാഠ്യവും വല്ലാത്ത പ്രയാസങ്ങളും ദൈവസഭകളിൽ പോലും സമാധാനം നഷ്ടപ്പെടുന്ന അനുഭവങ്ങളൊക്കെ നമുക്ക് വളരെ ശ്രദ്ധേയമാണ്. സ്തോത്രം. നമുക്ക് പ്രത്യേകാൽ പ്രാർത്ഥിക്കാം. കുടുംബസ്ഥരായവർ, മറ്റ് പ്രായക്കാർ ആയ പലരും മാതാപിതാക്കളെയോ ഉത്തരവാദിത്തങ്ങളെയോ ഒക്കെ മറന്നിട്ട് അവരുടെ സ്വന്തം നിലപാടുകളിലേക്കൊക്കെ പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. നാം കർത്താവിന്റെ വേലക്കാരാണ്, കർത്താവിന്റെ നാമത്താൽ വേർതിരിക്കപ്പെട്ടവരാണ്. നമുക്ക് ഏറ്റവും വലിയ സന്തോഷവും ആമേൻ ദൈവവചനത്താൽ ആമേൻ സ്തോത്രം നമുക്ക് ലേഖനങ്ങളിൽ വായിപ്പാൻ കഴിയുന്നത് സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം മറ്റൊന്നുമില്ല. സ്തോത്രം. നമുക്കും ഹൃദയത്തോട് ചേർന്ന് പറയുവാനുള്ളത്, അതേത് പ്രായത്തിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെക്കാൾ ദൈവകൃപയിലും ദൈവവചനം അനുസരിക്കുന്നതിലും ദൈവാത്മാവിൽ സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിനും പകരുന്ന സന്തോഷം അത് എണ്ണമറ്റതാണ്. നമുക്ക് ഈ ദിവസങ്ങളിൽ അവലോട് പ്രാർത്ഥിക്കുവാൻ ആമേൻ ദേശത്തിന്റെ കാവൽക്കാർ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സഭകളിൽ ഒന്നുകൂടെ എടുത്തു പറഞ്ഞാൽ നാം ആമേൻ ഗർഭം ധരിച്ച കുഞ്ഞുങ്ങൾ പോലെ തന്നെ ആത്മാവിൽ ഗർഭം ധരിച്ച നമ്മുടെ കുഞ്ഞുങ്ങൾക്കായും നമുക്ക് ദൈവസന്നിധിയിൽ ഇടിവ് നിൽക്കുവാൻ നമുക്ക് ആമേൻ സ്തോത്രം നമ്മുടെ ദൗത്യ നിർവഹണത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കടപ്പാടുകൾ വളരെയാണ്. സ്തോത്രം. പലപ്പോഴും നമ്മൾ ഇപ്പോൾ പറയുന്ന വാക്കുകൾ അവരെ മുഷിപ്പിക്കുന്നതായി ഫീൽ ചെയ്യുക മാത്രമേ ഉള്ളൂ. പണ്ട് കാലങ്ങളിൽ നാം വളർന്ന കാലഘട്ടത്തെ ചിന്തിച്ചാൽ ശാസനയും ഗുണീകരണവും ഒക്കെ ദൈവവചനത്താൽ ഉള്ളത് അവർക്ക് വലിയ അനുഗ്രഹമായി തീർന്ന കാലഘട്ടങ്ങളാണ്. അതൊക്കെയാണ് നമ്മളെയും നേർനിലത്തിൽ നടത്തുവാൻ കാരണമായത്. എന്നാൽ ചെറിയ കലാലയങ്ങളിൽ പോലും ശാസിക്കുന്നതോ ശിക്ഷിക്കുന്നതോ നിയന്ത്രിച്ചത് മുഖാന്തരം ഭവനങ്ങളിലോ സഭകളിലോ ശാസിക്കുന്നത് ബുദ്ധിമുട്ടായി വന്നു. ആമേൻ. അതിന്റെ തുടർമാനമായി വലിയ വിഷമഘട്ടങ്ങളെ നാം ഫേസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ശാസിക്കുന്നത് ആർക്കും ഇഷ്ടമല്ലാത്ത നിലവാരത്തിലേക്ക് എത്തപ്പെട്ടു. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കുടുംബത്തിൽ അത് പ്രയാസപ്പെടുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയാൽ സാധിക്കാത്തത് ഒന്നുമില്ല. ദൈവവചനത്താൽ ആമേൻ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരപ്പെടണം. ദൈവാത്മാവിനെ അനുസരിക്കുന്നവരായിരിക്കണം. ലജ്ജ കൂടാതെ ദൈവത്തെ ആരാധിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കണം. പ്രാർത്ഥനാ സ്വഭാവമുള്ളവരായിരിക്കണം. പ്രായത്തെക്കാൾ കവിഞ്ഞ പക്വതയും ദൈവോധന ധ്യാനവും നമ്മുടെ കുഞ്ഞുങ്ങളിൽ പകരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകാൽ സ്തോത്രം. ദൈവമേ, അവരുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് മതിമറന്നു പോകാതെ കടമകളും കടപ്പാടുകളും ചെയ്യുന്നതിൽ നിന്ന് അവരോടി അകലുവാൻ ഇടയാകാതെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തെ അനുസരിക്കുന്ന ഒരു തലമുറ, ആമേൻ, കുടുംബത്തിൽ സമാധാനം തരുന്നൊരു തലമുറ, ആശ്വാസം ആശ്വാസപ്രദമായ അനുഭവങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ പകരപ്പെടുന്ന ഒരു തലമുറയെ നമുക്ക് ദൈവത്തോട് ചോദിക്കാം. സ്തോത്രം. ദൈവവചനത്തിന്റെ ആഴം വളരെ സത്യമാണ്. വേദനിക്കുന്ന മാതാക്കൾ, ആമേൻ, സ്തോത്രം, ദുഃഖം അനുഭവിക്കുന്ന പിതാക്കന്മാരൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മുടെ അടുക്കലേക്ക് എത്തപ്പെടാറുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാനല്ലാതെ മറ്റൊന്നും കഴിയില്ല. മാനുഷിക വാക്കുകൾ അവരെ പലപ്പോഴും വ്രണപ്പെടുത്തി അകറ്റിക്കളയുക ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിന് കഴിയും, ദൈവത്തിനെ സന്ദർശിക്കാൻ കഴിയും. നമുക്ക് അല്പസമയം ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറകളെ, ഞങ്ങളുടെ സഭയിലുള്ള കുഞ്ഞുങ്ങളെ, ഞങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ലിസ്റ്റിലുള്ള കുഞ്ഞുങ്ങളെ ഞങ്ങൾ ദൈവസന്നിധിയിൽ തന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. ദൈവത്തെ അനുസരിക്കുന്ന ഒരു തലമുറയായി, ഈ തലമുറയിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന തലമുറകളായി തീരുവാൻ, ഈ വഷളത്വം നിറഞ്ഞ ലോകത്ത്
ആമേൻ തലമുറകൾ ദൈവത്താൽ നയിക്കപ്പെടുവാൻ നാം എല്ലാവരും ദൈവസന്നിധിയിൽ ആമേൻ സ്തോത്രം ആമേൻ കണ്ണുനീരോടെ ആവലോടെ പ്രാർത്ഥിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാമല്ലോ. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്വനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, അനുഗ്രഹമേറിയ നല്ല രാത്രിക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ ഒരുമിച്ച് സമർപ്പിക്കുന്നു. ശേഷിച്ച് കർത്താവേ, ഈ കാലഘട്ടത്തിലെ തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, അനേക മാതാപിതാക്കൾ തങ്ങളുടെ തലമുറകളെ ഓർത്ത് ദുഃഖവും നെടുവീർപ്പ് വിട്ട് കരയുന്ന ഈ കാലഘട്ടം ഞങ്ങളുടെ തലമുറകൾ ഈ വഷളത്വം നിറഞ്ഞ ലോകത്ത് നിന്ന് മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഉന്നതനായ ദൈവമേ, അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ലല്ലോ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുള്ളതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഉയരത്തിലെ കൃപയും സാന്നിധ്യവും പകർന്നാട്ടെ കർത്താവെ. മദ്യത്തിനും മയക്കുമരുന്നിനും അസാൻമാർഗീയ പ്രവർത്തനങ്ങൾക്കുമെല്ലാം ഞങ്ങളുടെ തലമുറകൾ കർത്താവെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കർത്താവെ. അത് പെൺകുട്ടികളെന്നോ ആൺകുട്ടികളെന്നോ പ്രായ വ്യത്യാസമില്ലാതെ കർത്താവെ ഹാലലുയ വഷളത്വമായ ജീവിതം നയിക്കുന്ന ഇടത്തു നിന്ന് കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മടക്കി കൊണ്ടുവരുമാറാകണം. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ താഴ്ച സമർപ്പിക്കുകയാണ്. മാതാപിതാക്കൾക്ക് ആ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറകൾ ആമേൻ ഈ നാളുകൾ വാർത്തെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുമാറാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉന്നതനായ ദൈവമേ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന അനേക മാതാപിതാക്കളുണ്ടല്ലോ കർത്താവെ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തലമുറകൾ മടങ്ങി വന്ന് അവരെ സംരക്ഷിക്കുന്ന, അവരെ നോക്കുന്ന നിലവാരത്തിലേക്ക് എത്തട്ടെ. ആത്മീകരായി ഞങ്ങളുടെ തലമുറകൾ തീരട്ടെ. പിന്മാറി നിൽക്കുന്നവരുണ്ട് കർത്താവെ, അവർ മടങ്ങി വരുവാനിടയാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം കർത്താവെ തകർന്നവരുണ്ട്, അവരുടെ കുടുംബജീവിതങ്ങളെ പണിതെടുക്കുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിസ്സാര വാക്കുകൾക്ക് കർത്താവെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്നവരുണ്ട് കർത്താവെ. അവരെ ഉപദേശിക്കുന്നവർക്ക് ഇഷ്ടമല്ലാതായിരിക്കുന്ന ഒരു വല്ലാത്ത തലമുറയിലെ ഞങ്ങൾ വന്നിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളത് അറിയുന്ന പക്ഷേ അങ്ങയുടെ തൃക്കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് ഒരുമിച്ച് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെല്ലാം മടക്കി വരുത്തണം. ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തണം. അത്ഭുതങ്ങൾ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. മാന്യമായ വിദ്യാഭ്യാസം ലഭിച്ച നമ്മുടെ കുഞ്ഞുങ്ങൾ സ്തോത്രം ഈ ദിവസങ്ങളിൽ പ്രത്യേക ദൈവമക്കളായ വളരെ വിശ്വാസത്തോടും പ്രതീക്ഷയോടും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കണ്ണുനീരൊഴുക്കിയും ഒക്കെ വളരെ പ്രതീക്ഷകളോടുകൂടെ ആയിരിക്കുന്ന ഒരു കൂട്ടം തലമുറകളെ അടുത്ത് ഇടപഴകുവാൻ സാഹചര്യങ്ങൾ ഒരുക്കപ്പെടുവാനിടയായി. ദൈവമക്കളുടെ ആമേൻ പ്രാർത്ഥനാ വിഷയങ്ങൾ പെൻഡിങ് ആയി പോകുന്ന അനുഭവങ്ങൾ പോലെ ആമേൻ. അതായത് എല്ലാവരുടെയും വിഷയങ്ങൾക്ക് വിടുതലുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കുന്ന എനിക്ക്, പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ വിഷയത്തിന് മറുപടിയില്ല. മാന്യമായ വിദ്യാഭ്യാസം, യോഗ്യതകൾക്കനുസരിച്ച ഒരു ഫലം അല്ലെങ്കിൽ അതിനുള്ള ജോലി സാധ്യതകൾ ഒക്കെ ലഭിക്കാത്ത, അല്ലെങ്കിൽ അവർ നന്മ കൈകാര്യം ചെയ്തു, അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ നീക്കി, പക്ഷെ പ്രാവർത്തികമാകാത്ത അനുഭവങ്ങൾ, അവരുടെ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ ഭാവി വിഷയങ്ങൾ അടഞ്ഞുപോയ രീതികൾ ഒക്കെ കാരണത്താൽ ഒത്തിരി വിശ്വാസ സമൂഹം പ്രയാസത്തിലായിരിക്കുന്നു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലോകപ്രകാരമുള്ള അനുഭവങ്ങളിൽ നമുക്ക് അഭയം പ്രാപിപ്പാൻ കഴിയില്ല. നമുക്ക് നന്നായി അറിയാം, ആശ്രയിക്കുന്നവരെ അറിയുന്ന ഒരു ദൈവമുണ്ട്. തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. വിശ്വാസത്തിന്റെ പരിശോധനയോ വിശ്വാസത്തിൽ അല്പം കൂടെ അടിയുറച്ചു നിൽക്കേണ്ടുന്നതിന്റെ ആമേൻ ദൈവിക അനുഭവങ്ങളോ എന്നറിയില്ല. അത് തിരിച്ചറിയുവാനുള്ള കാഴ്ചപ്പാടുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കണം. പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ പറയാൻ കാരണം, കഴിഞ്ഞ ഒരാഴ്ചയായി ചില യൂത്തുമായി കൈകാര്യം അവരുടെ വിഷയങ്ങളിൽ ക്യാമ്പുകളിലൊക്കെ പങ്കെടുക്കാനിടയായി. അപ്പോ കടന്നു വന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ മുഴുവൻ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ വിഷയത്തിന് മറുപടിയില്ല. അപ്പോ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഡിപ്രഷനിലേക്ക് പോവുകയാ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് എന്താ ഫലം എന്നുള്ള ചിന്തയാണ് അവരെ ഭരിക്കുന്നത്. ദൈവവചനത്താൽ അവരെ ഉറപ്പിക്കുവാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ നിരാശകൾ മാറിപ്പോകുവാൻ ആമേൻ ദൈവമക്കളുടെ വിഷയത്തിന് ദൈവം ഉത്തരവാദിയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ലഭിച്ച വിദ്യാഭ്യാസ യോഗ്യതകൾക്കനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി വിഷയങ്ങൾ തുറക്കപ്പെടണം. അത് വിവാഹമായാലും ആമേൻ ജോലി സാധ്യതകളായാലും
ആമേൻ അവരുടെ മുൻപോട്ടുള്ള ഓരോ സ്റ്റെപ്പിലും ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ തടസ്സമായി നിൽക്കുന്നതെല്ലാം നീക്കം ചെയ്യണം. ചിലപ്പോൾ തത്തുല്യമായ വിഷയത്തിൽ കൂടെ കടന്നു പോകുന്നവർ ആമേൻ ലൈനിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രാർത്ഥനാ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ഭാരം അനുഭവിക്കുന്നവർ ചിലപ്പോൾ നമ്മുടെ നടുവിലുണ്ടാകാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം. അല്പസമയം സ്തോത്രം ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും ആ വിഷയത്തിന് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ആ ആത്മനിയോഗത്തിന് നമുക്ക് കീഴ്പ്പെടാം. കർത്താവേ സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി തടസ്സപ്പെടരുത്, അവരുടെ വിഷയങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകരുത്. ദൈവാത്മാവിനാൽ അതെല്ലാം ആമേൻ സ്തോത്രം നിരപ്പാകുവാൻ, ദൈവം തന്നെ അതിലുള്ള കാര്യങ്ങൾ കൈയേൽക്കുവാൻ, അവരുടെ വിശ്വാസത്തിൽ അവർ ഉറയ്ക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമക്കളുടെ വിഷയത്തിന് കർത്താവ് അത്ഭുതം, ആശ്രയിക്കുന്നവരെ അറിയുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ആമേൻ വെളിപ്പെടുവാൻ വേണ്ടി ആമേൻ സ്തോത്രയുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ആമേൻ പ്രാർത്ഥിച്ചാട്ടെ. നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരാൾക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ലതും വിലയേറുന്നതുമായ രാത്രി സമയത്തിനായി നന്ദിയോടെ കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്ത് ദേവദാസി പറഞ്ഞതായ ആ വിഷയത്തിനായി കർത്താവെ ഞങ്ങൾ ഹല്ലേലൂയ ഈ രാത്രികാലം തിരുസന്നിധിയെ ഹല്ലേലൂയ ഒരുമിച്ച് കർത്താവെ ആമേ മധ്യസ്ഥാനം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ഹല്ലേലൂയ. ദൈവമായ കർത്താവെ ഹല്ലേലൂയ നിരാശയോടെ ആയിരിക്കുന്ന ആമേ ഹല്ലേലൂയ പ്രത്യാശ നഷ്ടപ്പെട്ട ആമേ പിന്മാറ്റത്തിലേക്ക് പോകുന്ന ആമേ ഹല്ലേലൂയ സ്തോത്രം കർത്താവേ ഹല്ലേലൂയ പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിക്കാതെ ആമേ ഹല്ലേലൂയ ഭാരത്തോടെ ഇരിക്കുന്നതായ ആമേൻ അനേകരുണ്ട് കർത്താവേ. പ്രത്യേക ദൈവമേ ഹല്ലേലൂയ വളർന്നു വരുന്ന തലമുറകൾ ദൈവമേ ഹല്ലേലൂയ സ്തോത്രം. എന്തുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല എന്നുള്ളതായ സങ്കടവുമായി നടക്കുന്ന അനേക തലമുറകളുണ്ട് കർത്താവേ ഹല്ലേലൂയ. അവർ ദൈവമേ ഹല്ലേലൂയ സ്തോത്രം കരഞ്ഞും വിലപിച്ചും ദൈവമേ ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകാതിരിക്കേണ്ട, അവർ നിരാശയിലേക്ക് പോകാൻ ഇടയാകാതിരിക്കേണ്ടതിന്, ശത്രു അവരുടെ മേൽ ജയമെടുക്കാൻ ഇടയാകാതിരിക്കേണ്ടതിനായി കർത്താവേ ഹല്ലേലൂയ ദൈവകരങ്ങളിലേക്ക് പ്രിയ കുഞ്ഞുങ്ങളെയും ആമേ ഹല്ലേലൂയ അതുപോലെ കർത്താവേ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ആമേ ദീർഘനാളുകളായി പ്രാർത്ഥനയോടെയായിരിക്കുന്ന ആമേ മറുപടി ലഭിക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം ഇതുവരെയും ആമേ ഹല്ലേലൂയ മറുപടി ഒന്നും ലഭിക്കാതിരിക്കുന്നവർക്കുമായി ഞങ്ങൾ ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്ന ഹല്ലേലൂയ കർത്താവിങ്കലേ ഹല്ലേലൂയ ഉള്ളതായ ആ പ്രത്യാശയാൽ അവർ നിറയപ്പെടുമാറായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ സകല കഷ്ടങ്ങളിൽ നിന്നും ഹല്ലേലൂയ വിടുവിപ്പാൻ ഹല്ലേലൂയ സ്തോത്രം എന്റെ പിതാവ് ശക്തനാണെന്ന് അവർ ഈ നാളുകളെ തിരിച്ചറിയുവാൻ തക്കണം ഇടയാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് പോലെ കർത്താവെ ഹല്ലേലൂയ തിരുമുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി തീരട്ടെ. കർത്താവെ ഒരു നാളും ലജ്ജിപ്പാൻ ഇടയാകാതിരിക്കട്ടെ എന്ന് ഞങ്ങളോടത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ഹല്ലേലൂയ അവരുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ കർത്താവെ അവിടുന്ന് ഹല്ലേലൂയ സ്തോത്രം മറുപടി നൽകണമേ എന്ന് ഞങ്ങളോടത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആമേ ഹല്ലേലൂയ സ്തോത്രം ചില ഹല്ലേലൂയ സ്തോത്രം കർത്താവെ വിഷയങ്ങളുമേൽ ആമേ തടസ്സങ്ങൾ നേരിട്ടിരിക്കുന്നവർ ഹല്ലേലൂയ ദൈവം മുമ്പോട്ടുള്ള ഭാവിയുടെ മേൽ കർത്താവെ ആമേ ഹല്ലേലൂയ തടസ്സങ്ങൾ ഉണ്ടായിട്ടുള്ളവർ ഹല്ലേലൂയ ദൈവം അവർക്ക് കർത്താവ് പുതുവഴി തുറക്കുമാറാവണമെന്ന് ഞങ്ങളോടത്തോട് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ കർത്താവെ ഒരു വഴി അടഞ്ഞു പോയാൽ ആമേ പല വഴികൾ തുറപ്പാൻ എന്റെ പിതാവ് ശക്തനാകിയാൽ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ പ്രിയപ്പെട്ടവയൊക്കെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ആമേ ഹല്ലേലൂയ ആര് കർത്താവെ ആമേ ഹല്ലേലൂയ പുറകോട്ട് പോകാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേ ഹല്ലേലൂയ ആര് നിരാശരായി തീരുവാൻ ഇടയാകരുതേ എന്ന് ഞങ്ങളോടത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ ഇത് രാത്രി ദൈവം ഹല്ലേലൂയ ഒരു വിടുതലിന്റെ രാത്രിയായി തീരട്ടെ, ചില കെട്ടുകൾ പൊട്ടുന്ന രാത്രിയായി തീരട്ടെ, ചില ബന്ധനങ്ങൾ അഴിയുന്ന രാത്രിയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ ജനം ഹല്ലേലൂയ ആശ്വാസവും വിടുതലും ആമേ സമാധാനവും സന്തോഷവും അനുഭവിക്കുന്ന രാത്രിയായി തീരട്ടെ എന്ന് ഞങ്ങളോടത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ മറുപടി ഇല്ലാത്ത ചില വിഷയത്തിന്മേൽ ഇന്ന് രാത്രി ഹല്ലേലൂയ സ്വർഗം മറുപടി അയക്കുന്ന ഒരു രാത്രിയായി തീരട്ടെ എന്ന് ഞങ്ങളോടത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ ഒന്നിനും കുറവില്ലാത്ത സ്വർഗീയ ഭണ്ഡാരത്തിൽ നിന്ന് കർത്താവെ ആമേൻ അവിടുത്തെ ജനത്തിന് ആവശ്യമായിരിക്കുന്ന ആത്മീയ ഭൗതിക നന്മകൾ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം കർത്താവെ ഇറങ്ങി വരുന്ന ഒരു രാത്രിയായി തീരട്ടെ എന്ന് ഞങ്ങളോടത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ ദൈവമേ ഹല്ലേലൂയ സ്തോത്രം എല്ലാ ഹല്ലേലൂയ ഇരുളിന്റെ അധികാരങ്ങളും ആമേൻ ഹല്ലേലൂയ എല്ലാ ദുഷ്ടന്റെ പോരുകളും ഹല്ലേലൂയ ദൈവജനത്തിന്റെ ഹല്ലേലൂയ വിടുതലിന് തടസ്സമായി വ്യാപരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളുടെ പോരുകളും രാത്രി സ്വർഗത്തിനും ഭൂമിക്കും അധികാരിയായ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ശാസിക്കുകയാണ്. ഹല്ലേലൂയ എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ രാത്രി കർത്താവെ ഒരു വിടുതൽ ഹല്ലേലൂയ ദൈവജനം അനുഭവിക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിരാശകളും മാറുന്ന ഹല്ലേലൂയ ജനപ്രത്യാശയാൽ നിറയപ്പെടുന്ന സമാധാനവും സന്തോഷവും അനുഭവിക്കുന്ന ഒരു രാത്രിയായി തീരട്ടെ. കർത്താവെ ഹല്ലേലൂയ പുതിയ ദിവസം ദൈവമേ ഹല്ലേലൂയ
കർത്താവേ, നാളെ ഹാലലിയ പ്രഭാതത്തിൽ ഹാലലിയ എന്ത് ചെയ്യുമെന്ന് ഹാലലി ഭാരപ്പെടുന്ന അനേകരുണ്ട് കർത്താവേ. ആമേൻ ഹാലലിയ. ഇന്ന് രാത്രി അവരുടെ ഹാലലിയ സ്തോത്രം ആ ചോദ്യത്തിന് കർത്താവെ ഒരു മറുപടി ലഭിക്കുന്ന രാത്രിയായി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനാൽ നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് മറുപടി അയച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് വിടുതൽ അയച്ചിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ഹാലലിയ, ഓ ഹാലലിയ, ആ സ്നേഹം ഹാലലിയ ഇന്ന് രാത്രി പ്രിയപ്പെട്ടവർ രുചിച്ചറിയുന്ന രാത്രിയായി തീർന്നിരിക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സകലമാനോ മഹത്വങ്ങൾ അടുത്തേക്ക് അർപ്പിക്കുന്നു യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ പിതാവേ, ആമേൻ. ആമേൻ, ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തുടർന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വിവിധ നിലകളിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സ്തോത്രം, ലോക സ്ഥാപനം മുതൽ. ആമേൻ, സ്തോത്രം. ആമേൻ. കർത്താവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, സ്തോത്രം. എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പങ്കുവെപ്പാനുള്ള വലിയ ദൗത്യത്തോടുള്ള ബന്ധത്തിൽ ആമേൻ, സ്തോത്രം, സ്തോത്രം. തലമുറയായി കൈമാറിക്കൊണ്ടിരിക്കുന്ന ഈ വലിയ അനുഭവത്തോട് പങ്കാളികളാകുവാൻ കർത്താവ് നമ്മയും ചേർത്തു നിർത്തി. സ്തോത്രം. അതിനെ യോഗ്യരെന്നെണ്ണി ദൈവം നമ്മയും തിരഞ്ഞെടുത്തു. നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധ നിലകളിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ, പ്രത്യേക സ്തോത്രം, ആമേൻ, സഭാ ശുശ്രൂഷകൾ മാത്രമല്ല, ആമേൻ, ട്രാക്ട് ഡിസ്ട്രിബ്യൂഷൻ, പരസ്യയോഗങ്ങൾ, ഹോസ്പിറ്റൽ മിനിസ്ട്രികൾ, ജയിൽ മിനിസ്ട്രി, അങ്ങനെ ആമേൻ, സ്തോത്രം, ആമേൻ, നമ്മുടെ അറിവിൽപ്പെട്ട് ആമേൻ എല്ലാ പിൻകോഡ് ഏരിയകളിലും സ്തോത്ര സഭകൾ സ്ഥാപിക്കപ്പെടുന്ന അനുഭവങ്ങളിൽ ആമേൻ, ബൈബിൾ ട്രാൻസ്ലേഷന്റെ വർക്കുകൾ, അങ്ങനെ നമ്മുടെ അറിവിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം. അതാത് സമയങ്ങളിൽ ദൈവം ഓരോരുത്തരെ അതിനെ ഉത്തരവാദിത്തപ്പെടുത്തി സംഘടനകളായി, ഗ്രൂപ്പുകളായി, സഭകളായി ഒക്കെ ആ വലിയ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വ്യക്തിപരമായി ആമേൻ വീടുകൾ തോറും കയറി ഇറങ്ങി ആമേൻ സുവിശേഷം പങ്കുവയ്ക്കുന്ന അനേക കർത്തൃഭൃത്യന്മാരുണ്ട്. ഈ പ്രവർത്തനങ്ങളുടെ നല്ല ആമേൻ സ്തോത്രം നടത്തിപ്പിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം. എല്ലാ നാവും യേശു കർത്താവെന്ന് ഏറ്റുപറയുന്ന ആ നല്ല സുദിനം ആമേൻ, സ്തോത്രം, അത് നിവൃത്തിയാകും വരെയും ഈ പ്രവൃത്തികൾ തുടർന്നുകൊണ്ടേയിരിക്കും. സ്തോത്രം. അത് തലമുറ കൈമാറി കെടാതെ സൂക്ഷിക്കുന്ന ആ വലിയ പ്രവൃത്തി, അതിന്റെ ആമേൻ സ്തോത്രം നല്ല നടത്തിപ്പിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ. ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കർത്തൃഭൃത്യന്മാരെ ഓർക്കാം. കുടുംബങ്ങളായി കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടുന്നവരുണ്ട്. സ്തോത്രം. സമൂഹമായി ആമേൻ ഗ്രൂപ്പായി വ്യക്തിപരമായി ഒക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അവൻ വളരെ ദൈവപ്രവൃത്തികൾ കർത്താവ് വെളിപ്പെടണം. അതിന്റെ എല്ലാം അന്തസ്സത്ത, അല്ലെങ്കിൽ അതിന്റെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം എല്ലാവരും യേശു കർത്താവിനെ അറിയുക എന്ന് മാത്രമാണ്. സ്തോത്രമാകയാൽ ആമേൻ ദൈവം ഉദ്ദേശിച്ച ആ നല്ല സ്ഥാപനം, ആമേൻ ആ നല്ല ആമേൻ ഉദ്ദേശം, ആമേൻ ഈ പ്രവർത്തനങ്ങളിൽ കൂടെ എല്ലാം ആമേൻ മഹത്വം എടുക്കേണ്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ. വിവിധ നിലകളിൽ നടത്തപ്പെടുന്ന എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെയും അതിന്റെ നല്ല നടത്തിപ്പുകളെയും പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തന മേഖലകളെയും കർത്താവ് അനുഗ്രഹിക്കപ്പെടുന്നതിനായി, കർത്താവ് അനുഗ്രഹിക്കേണ്ടുന്നതിനായി നാം എല്ലാവരും പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തുകൊണ്ടായിരിക്കുമ്പോൾ മറ്റൊരാൾക്ക് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം, കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സ്തോത്രം. ദൈവദാസി പറഞ്ഞ വിഷയത്തെ കർത്താവ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. വിവിധ നിലകളിൽ കർത്താവെ സ്തോത്രം, ശുശ്രൂഷകൾ, കർത്താവെ പരസ്യയോഗം, സുവിശേഷ പ്രസംഗം, കർത്താവ് പരസ്യയോഗം, വീട് കയറിയുള്ള സുവിശേഷം, കർത്താവെ സ്തോത്രം, അങ്ങനെ വിവിധ നിലകളിൽ ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവദാസിമാരെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ലക്ഷക്കണക്കിന് ഗ്രാമങ്ങൾ ഇന്ത്യയിൽ ഇന്നും യേശുവിനെ അറിയാത്തതുണ്ടല്ലോ. അവിടെ കർത്താവ് ഈ പീഡനത്തിന്റെയും മരണഭയത്തിന്റെയും മധ്യത്തിൽ കർത്താവെ സ്തോത്രം, കർത്താവിന്റെ നാം വഹിച്ചു കൊണ്ടുപോകുന്ന എല്ലാ ദൈവദാസന്മാരെ, എല്ലാ ഡിനോമിനേഷൻ, എല്ലാ സംഘടനകളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ദൈവികമായ കർത്താവെ പ്രൊട്ടക്ഷൻ അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ സ്തോത്രം. ലോകം ഞങ്ങൾക്ക് അനുകൂലമല്ല എങ്കിലും കർത്താവെ സ്തോത്രം, കർത്താവെ സ്തോത്രം, നീ അനുകൂലമായി നിന്ന് കർത്താവെ സ്തോത്രം,
ആർക്കും ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്നരുളി ചെയ്ത കർത്താവിൻ്റെ വചനം പോലെ കർത്താവെ, ആര് തകർക്കുവാൻ ശ്രമിച്ചാലും തകരാത്തതായി ഇതെന്നും ജനഹൃദയങ്ങളെ കർത്താവിലേക്ക് ആനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവെ സ്തോത്രം. കർത്താവെ, പീഡനത്തിൻ്റെ മധ്യത്തിലും കർത്താവെ, മരണത്തെ പോലും ഭയപ്പെടാതെ ജയിലുകളിൽ അവരായിരിക്കുന്ന ജയിലുകളിലും അനേകരോട് സുവിശേഷം പറയുന്ന ദൈവഭക്തന്മാരുണ്ട്. അവരെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവർ കൊടുത്ത ട്രാക്റ്റുകളൊന്നും നഷ്ടപ്പെട്ടു പോകാതെ കർത്താവെ സ്തോത്രം. അത് കർത്താവെ വീണ്ടും വീണ്ടും അനേകർ വായിച്ച് കർത്താവിലേക്ക് ആനയിക്കപ്പെടുവാൻ ദൈവമേ ജയിൽ മിനിസ്ട്രി നടത്തുന്നുണ്ട്. കർത്താവെ സ്തോത്രം. ലെപ്രസി മിനിസ്ട്രി കർത്താവെ സ്തോത്രം. അതുപോലെ കർത്താവെ ഓരോ അനാഥാലയങ്ങൾ കർത്താവെ സ്തോത്രം. പഠിക്കുവാൻ നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങളെ കർത്താവെ പഠിപ്പിക്കുന്നു. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ആഗോള വ്യാപകമായി ചെയ്യുന്നു കർത്താവെ സ്തോത്രം. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ കരങ്ങളെയും അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുന്നതൊക്കെ അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ കർത്താവെ, ഇന്ത്യ മഹാരാജ്യത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ദുഷ്ടന്മാരായ ഭരണാധികാരികളിൽ നിന്ന് ജനങ്ങളെ ദൈവമേ വിടുവിക്കണമേ. അത് നിരോധന നിയമങ്ങൾ പാസ്സാക്കിയിരിക്കുന്ന കർത്താവെ സംസ്ഥാനങ്ങളുണ്ട് കർത്താവെ. സ്വയം വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിനോ കർത്താവെ സ്തോത്രം ക്രിസ്ത്യാനികളായ ഓരോരുത്തർക്കും ദൈവമേ വഴിയെ നടന്നു പോകാൻ പോലും വയ്യാത്ത അവസ്ഥയായിരിക്കുന്നു കർത്താവെ. ശവമടക്കുവാൻ കഴിയാത്ത ഛത്തീസ്ഗഡിൽ ഭാരപ്പെടുന്ന കർത്താവ്, ശവം അടുക്കണമെങ്കിൽ കർത്താവ് ഹിന്ദു ആയി തീരണമെന്ന് കർത്താവ് വ്യവസ്ഥ വെച്ച് കർത്താവ് എന്തെല്ലാം പ്രശ്നങ്ങളാണ് കർത്താവ്. എന്നാൽ അതിൻ്റെയും മധ്യത്തിൽ കർത്താവ് സ്തോത്രം കർത്താവ് ജീവോത്സവമായി എൻ്റെ മക്കളെ നടത്തിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തുതിക്കുകയാണ് കർത്താവ്. ഞങ്ങൾ അങ്ങയുടെ മുഖത്ത് നോക്കുകയാണ് കർത്താവ്. അങ്ങയുടെ മുഖത്ത് നോക്കിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ലല്ലോ കർത്താവ്. ആ വാഗ്ദത്ത വചനം പോലെ കർത്താവ് സ്തോത്രം നിന്റെ നാമത്തിൽ ചെയ്യുന്നതൊക്കെ അനുഗ്രഹമായി തീരുവാനിടയാക്കണമേ. ഞങ്ങൾ ഒരു മനസ്സോടെ കർത്താവ് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവ് സുവിശേഷ വിരോധിയായ ശൗലിനെ ദമാസ്കസിന്റെ പടിവാതിക്കൽ വെച്ച് സന്ദർശിച്ചവനായ കർത്താവ് സ്തോത്രം. സംഘപരിവാർ സംഘടനകളുള്ള കർത്താവ്, തീവ്രവാദികൾ കർത്താവ് സ്തോത്രം, അതിന് നേതൃത്വം കൊടുക്കുന്നവര് കർത്താവ് സ്തോത്രം, ഇതിനെ കർത്താവ് ഭാരതത്തിൽ നിന്ന് കർത്താവ് സ്തോത്രം മായ്ച്ചു കളയുമെന്ന് കർത്താവ് സ്തോത്രം പ്രതിജ്ഞ ചെയ്തുകൊണ്ട് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നവരോട് ദൈവമേ സ്തോത്രം, അവർ ക്രിസ്തുവിനാൽ പിടിക്കപ്പെടുവാൻ സ്വർഗമേ ഇടയാക്കണമേ. അവർ സുവിശേഷം ഘോഷിക്കുന്നവരായി കർത്താവേ സ്തോത്രം മാറ്റപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ സ്തോത്രം. എൻ്റെ കർത്താവേ സ്തോത്രം, ഭവനങ്ങളിൽ അങ്ങനെ താമസിക്കുന്നവർക്ക് കർത്താവ് ഗ്രാമങ്ങളിൽ നിന്ന് കുടിവെള്ളം വിലക്കി കർത്താവെ കൊടുക്കുവൽ വാങ്ങലുകൾ കർത്താവേ സ്തോത്രം, കടകളിൽ നിന്ന് ആഹാര സാധനങ്ങൾ വാങ്ങാൻ പോലും നിവൃത്തിയില്ലാതെ അങ്ങനെയെല്ലാം വിലക്കുകൾ എടുത്തിരിക്കുന്നു, ഊരുവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു കർത്താവെ. കാട്ടിൽ പോയി താമസിക്കുന്ന അനേകരുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. സുവിശേഷത്തിന് ബന്ധനമില്ല കർത്താവെ സ്തോത്രം. കർത്താവെ, നിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ കർത്താവിന്റെ വക്താക്കളായി തീരുവാൻ ദൈവമേ ഇടയാക്കണമേ. കോടതികളിൽ കേസുകൾ വരുമ്പോൾ കർത്താവെ സ്തോത്രം ജാമ്യം കൊടുക്കുവാൻ കർത്താവെ സ്തോത്രം ന്യായാധിപന്മാരോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ സ്തോത്രം. കേസുകൾ കോടതി പോലും വരാതെ കർത്താവ് അന്യായമായി തടങ്കലിലാക്കി വെച്ചിരിക്കുന്ന കർത്താവേ സ്തോത്രം ഉണ്ട് കർത്താവ്. അതൊക്കെ വെളിച്ചത്ത് വരുവാൻ സ്വർഗമേ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ജയിലുകളിൽ പോലും കർത്താവേ സ്തോത്രം തരം താഴ്ന്ന ജോലികൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു കർത്താവ്. അങ്ങനെയും പീഡനം കർത്താവ് നടന്നുകൊണ്ടിരിക്കുന്നു കർത്താവേ. ഞങ്ങളെല്ലാവരും ഒരു മനസ്സോടെ ഈ വിഷയത്തിന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതകരം കർത്താവേ സ്തോത്ര വിഷയത്തിൽ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങനെ ചെയ്തതിനായിട്ട് അങ്ങ് സ്തുതിക്കുന്നു കർത്താവെ. ഇന്ന് പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന ദൈവദാസിയെ കുടുംബമായിട്ട് ദൈവദാസനെ കുഞ്ഞുങ്ങളെ സഭയെല്ലാം ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തങ്ങളുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവിന് വേണ്ടി അവർ ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ ദൈവപ്രവൃത്തി കാണുവാൻ ആ ദേശങ്ങളിലൊക്കെ അനേകർ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നില്ല. ഇല്ലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ, എൻ്റെ കർത്താവ് ദൈവദാസിമാരെ, എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്
കർത്താവ് അവിടെ പ്രവർത്തനങ്ങളൊക്കെ കർത്താവ് അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ബെൻസൺ പാസ്റ്ററെ ഏൽപ്പിച്ചുകൊണ്ട് പോകുന്ന ഹാർലി പാസ്റ്ററെ ഏൽപ്പിച്ചു, അതുപോലെ ഓരോ ദൈവദാസന്മാരെ അവരെയൊക്കെ ദൈവമേ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. ഒരിക്കൽ കൂടി എല്ലാ വിഷയങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകിയിരിക്കുന്ന ആസ്വദിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമീൻ. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം സ്തോത്രം സ്തോത്രം. തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. എല്ലാ ദൈവസഭകൾക്കായി സ്തോത്രം ചെയ്യാം. ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യാം. ദൈവദാസന്മാരുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. വിശ്വാസ സമൂഹത്തെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. വിശേഷാൽ ഏകരായി വിശ്വാസത്തിൽ കടന്നു വന്ന സഹോദരന്മാരുണ്ട്. ഒറ്റപ്പെട്ട വിശ്വാസത്തിൽ കടന്നു വന്ന സഹോദരിമാരുണ്ട്. പഠിക്കാൻ കടന്നുപോയ സാഹചര്യങ്ങളിൽ, ഹോസ്റ്റലുകളിൽ, അങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്നൊക്കെ യുവാക്കന്മാർ, യുവതികളൊക്കെ ഒറ്റപ്പെട്ട വിശ്വാസത്തിൽ കടന്നു വന്നവരുണ്ട്. സ്തോത്രം. ആമേൻ. മറ്റാരുടെയും പിൻബലം ആമേൻ വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ ആമേൻ പ്രത്യേക ആമേൻ സ്തോത്ര പരിസ്ഥിതികളിൽ പ്രതികൂലങ്ങൾ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ സപ്പോർട്ടുകൾ നമുക്ക് അത്യാവശ്യമാണ്. സ്തോത്രം. അങ്ങനെയൊന്നും ആമേൻ സപ്പോർട്ടുകൾ ഇല്ലാതെ, അതായത് ആമേൻ സ്തോത്രം പിൻബലമില്ലാതെ ആമേൻ ഒക്കെ ഒറ്റപ്പെട്ട വിശ്വാസത്തിൽ കടന്നു വന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓരോരുത്തരെ ഓർക്കുന്നുണ്ട്. നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവരെ വിശ്വാസത്തിൽ നിലനിർത്താൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഉപരി ആമേൻ സ്തോത്രം ഉപദേശ വിശുദ്ധിയോടെ കർത്താവിനെ ആരാധിക്കുന്ന ദൈവസഭകൾക്കായി സ്തോത്രം ചെയ്യാം. അപ്പോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ഉണ്ട്. സാത്താന്യ ആരാധനകൾ, ഉപദേശത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകുന്ന അങ്ങനെയുള്ള ആമേൻ വഴുവഴുപ്പിലേക്ക് കൊണ്ടുപോകുന്ന അനുഭവങ്ങളൊക്കെയുണ്ട്. നമുക്ക് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ അങ്ങനെയുള്ള എതിരായുള്ള അനുഭവങ്ങളെല്ലാം ശാസിക്കപ്പെടുവാൻ ഇടയായിത്തീരും. വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഉപദേശ വിശുദ്ധിയോടെ കർത്താവിനെ ആരാധിക്കുന്ന എല്ലാ ദൈവസഭകൾക്കായി നമുക്കായിരിക്കുന്ന ഇടങ്ങളിൽ സ്തോത്രം ചെയ്യാം. അതിന് നിലനിൽപ്പിനായി സ്തോത്രം ചെയ്യാം. ദൃഢതയോടെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം എഴുന്നേൽക്കാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അന്ത്യകാലത്ത് വിശ്വാസ ത്യാഗം സംഭവിക്കും എന്ന് ദൈവവചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ കർത്താവേ ആമേൻ സ്തോത്രം, ഞങ്ങൾ ഏറ്റെടുത്ത വിശ്വാസം, ഞങ്ങൾ അറിഞ്ഞ സത്യത്തിന് വേണ്ടി അന്ത്യം വരെ നിൽപ്പാനുള്ള കൃപ കർത്താവ് നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. ദൈവസഭകൾക്കായി, ഏകരായ വിശ്വാസത്തിൽ കടന്നു വന്നവർക്കായി, വിശ്വാസ സമൂഹത്തിനായി ഉപദേശ വിശുദ്ധിയോടെ കർത്താവിനെ ആരാധിക്കുന്ന ഒരു നല്ല കൂട്ടത്തെ നാമേൻ വാർത്തെടുപ്പാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ഒരാൾക്ക് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, പറയപ്പെട്ട വിഷയങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്ന ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി കാണുവാനപ്പച്ച അങ്ങയുടെ ആക്കുമാറാണമെന്ന് പ്രാർത്ഥന ഞങ്ങളുടെ എല്ലാ ക്രിസ്ത്യ കുടുംബങ്ങൾക്ക് സ്തോത്രം, എല്ലാ ദൈവസഭകൾക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ കർത്താവ് വാർത്തെടുക്കുന്നതിന് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഏകരാ വിശ്വാസത്തിലിറങ്ങി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം ചെയ്യുന്നു. അവർക്ക് സാന്ത്വനത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ എന്റെ ദൈവത്തെ സ്തുതിപ്പാൻ അല്ലെങ്കിൽ ഇറങ്ങി തിരിപ്പാനൊക്കെയും കർത്താവെ ഇടയാക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബമായി ഹല്ലേലൂയ ദൈവത്തെ ആരാധിപ്പാൻ നാളുകളായി കർത്താവേ വിശ്വാസം ഇറങ്ങി അനേക പ്രിയപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പച്ച. അവരുടെ ഹൃദയങ്ങൾ ദൈവം ഇടപെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കൂടെയുള്ള എല്ലാ പ്രിയപ്പെട്ട ദൈവം ഇടപെടുമാറാണ്. ജീവനുള്ള ദൈവം, സത്യദൈവം അങ്ങ് മാത്രമാണെന്ന് മറ്റുള്ളവർ കൂടെ അറിഞ്ഞ് കർത്താവെ ആ ദൈവത്തെ മനസ്സിലാക്കുവാൻ അപ്പച്ച അങ്ങ് ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ പ്രിയപ്പെട്ടവരും അങ്ങയുടെ കരങ്ങളിലേക്ക് സത്യത്തിൽ ആത്മാവിൽ ആരാധിപ്പാൻ കർത്താവെ അങ്ങ് ഒരുക്കിയെടുക്കുന്നതിന് ആസ്തോരം അങ്ങ് വിസ്മരിക്കുന്ന പോലെ ഒരു നിമിഷം വിശുദ്ധിയോടെ, താഴ്മയോടെ, വിനയത്തോടെ, ഭയഭക്തിയോടെ അതിന് പ്രാരം കർത്താവെ നിലനിൽപ്പാൻ ഞങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങ് സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തായിരിക്കും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം ചെയ്ത് കർത്താവെ വളരെയധികം പ്രതികളുടെ മധ്യത്തിൽ കർത്താവിനെ ആരാധിക്കുമ്പോൾ, ഏകരായ കർത്താവെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ കർത്താവെ അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ കർത്താവെ അങ്ങ് ഒരുക്കി കൊടുക്കുമാറാണമേ പ്രാർത്ഥിക്കുന്നു. തടസ്സം നിന്ന് നനത്തുന്ന എല്ലാ പ്രതികൂലങ്ങളെയും കർത്താവെ അങ്ങ് മാറ്റി കൊടുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ശത്രുയുടെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്നുവരെ ഞങ്ങളുടെ ഓരോ പ്രിയപ്പെട്ടവരെ അങ്ങ് കാത്തു പരിപാലിക്കുന്നതിന് സ്തോത്രം. എല്ലാ ദിവസങ്ങളും എല്ലാ ശുശ്രൂഷ കുടുംബങ്ങളെയും കർത്താവെ അങ്ങ് അനുഗ്രഹിക്കുന്ന കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അല്ലെങ്കിൽ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട അനേക ശുശ്രൂഷ കുടുംബങ്ങളുടെ കർത്താവെ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ കർത്താവെ, അല്ലെങ്കിൽ സ്തോത്രം ദൈവമേ അവിടെ തുടർന്നുള്ള ഭാവി സംബന്ധമായ എല്ലാ കാര്യങ്ങളിന്മേലും ദൈവത്തിന്റെ കൃപ അധികമായി കൂടെ ഉണ്ടായിരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ നാളുകൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അനേക വിഷയങ്ങൾ, ആ വിഷയങ്ങളെല്ലാം ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് പൽക്കാലവും കാണുവാൻ കർത്താവ് വലിയൊരു സുശേഷീകരണം ഇന്നരായത്തിൽ കാണുവാൻ ആത്മീയ നിവൃത്തി ഞങ്ങൾ കാണുവാൻ എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവെ ആത്മീയ ഉണർവ് കാറ്റ്
കാറ്റോടെ കർത്താവേ ഹല്ലേലൂയ, പരസ്പരം കർത്താവേ ഹല്ലേലൂയ, ഉണരും കാറ്റോടെ ഹല്ലേലൂയ, അവരെ തരുവാൻ കർത്താവേ ഇടയാക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക പാവക്കുഴികൾ കിടക്കുന്നവരെ കർത്താവ് വലിച്ചെടുക്കുന്നവരാ തീരുവാൻ അപ്പച്ച ഞങ്ങൾ എല്ലാവരും ഉപയോഗിക്കുമാറണമേ. അങ്ങയുടെ കരങ്ങൾ യോജിക്കുന്ന പ്രകാശ വിളക്കാ ഞങ്ങൾ ആക്കി വെച്ചിരിക്കുന്ന അതാത് സ്ഥലങ്ങൾ നല്ല പ്രകാശമാ, നല്ല വിളക്കായി ഹല്ലേലൂയ, സ്തോത്രം, നല്ല ഉപ്പായി ഞങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നവരാ തീരുവാൻ, തന്മൂലം അനേകർ ഞങ്ങളുടെ സ്ഥലത്തേക്ക് കടന്നു വരുവാൻ അപ്പച്ച മുഖാന്തരമാക്കി തീർക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളും എല്ലാ സഭകളെയും കർത്താവ് ലേഖര വിശ്വാസം നിറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവരെ അങ്ങ് അനുഗ്രഹിക്കുന്നതിനാ നിലനിൽപ്പാൻ അപ്പച്ച അങ്ങ് ഇടയാക്കുന്നതിനാ സ്തോത്രം. പ്രാർത്ഥനയുടെ സ്തോത്രം അപ്പച്ചനെ പൊന്നേശ്വര നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. ഇനിയും അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് പ്രാർത്ഥിപ്പാനുണ്ട്. ആമേൻ സ്തോത്രം. എന്നാൽ സമയക്കുറവ് കൊണ്ട് നമുക്ക് ആമേൻ സ്തോത്രം പ്രാർത്ഥന നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തി. ഒരു വാക്ക് പ്രാർത്ഥിച്ചതിന് ശേഷം പ്രിയ ലീഡ് ചെയ്യുന്ന പാസ്റ്റർ ബാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗത്തിലെ നല്ല കർത്താവേ, നിങ്ങളുടെ പാദപീഠത്തിങ്കൽ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. വിവിധ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ജാഗരിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ ചെയ്തു. വിശേഷാൽ ദൈവമേ, രോഗത്താൽ ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിൽ, പ്രാർത്ഥനാധ്വനിയുടെ ഗ്രൂപ്പിൽ ഈ റീസെന്റ് ഡേയ്സിൽ കർത്താവെ സ്തോത്രം വിവിധ രോഗികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും ഞങ്ങൾ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ട്രീറ്റ്മെന്റുകൾ സക്സസ് ആയി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ഞങ്ങളുടെ രോഗികളെ കർത്താവ് സൗഖ്യമാക്കണമേ. ഞാൻ ലൈനിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാധ്വനിയുടെ പ്രവർത്തനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ലീഡ് ചെയ്യുന്ന കർത്താവെ, ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള എല്ലാ കർത്തൃദാസന്മാരെയും കുടുംബങ്ങളായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുടിവരവിനെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ ആമേൻ ആമേൻ. താങ്ക് യു ഓൾ. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ നമ്മുടെ ഇന്നത്തെ ഈ പ്രാർത്ഥന ലീഡ് ചെയ്യുവാൻ തക്കണം ദാസി ദൈവോട് ബലപ്പെടുത്തിയ കൃപകൾക്കായി രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാലത്ത് ദാസി ദൈവോട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേക ആലപ്പുഴയിലുള്ള ആ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് വളരെ ശക്തമായ നിലവാരത്തിൽ ആ നേതൃത്വം കൊടുക്കുവാൻ തക്കവണ്ണം ഒക്കെ പ്രിയപ്പെട്ടവരെ ദൈവോട് ബലപ്പെടുത്തുമാറാകട്ടെ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നമുക്ക് പ്രാർത്ഥിച്ച് വൈനിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. ഇന്ന് രാത്രി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി വന്ദനത്തെ അറിയിക്കുന്നു. പ്രാർത്ഥിച്ച് പ്രാർത്ഥന സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രാർത്ഥിച്ച എല്ലാ ദൈവദാസന്മാർക്കും പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി പ്രാർത്ഥനാധ്വനികൾ കേരള ചാപ്റ്ററിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ഇന്ന് രാത്രി നമ്മെ ഒരുമിച്ച് അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കേരള ചാപ്റ്ററിന്റെ ചെയർമാൻ ആൻലി പാസ്റ്റർ നമ്മളോടൊപ്പം ഉണ്ട്. എന്തെങ്കിലും പാസ്റ്റർ ആൻലി പാസ്റ്റർ പറഞ്ഞു പാസ്റ്റർ, എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ? ഇല്ല, നമുക്ക് അടുത്ത തിങ്കളാഴ്ച വൈകിട്ടും സെയിം സമയത്ത് മീറ്റിംഗ് ഉണ്ടാവും. എല്ലാവരും പങ്കെടുക്കും. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഓക്കെ. രാത്രി ദൈവം നമ്മെ ഒരുമിച്ച് അവിടെ നിന്ന് അനുഗ്രഹം. തുടർന്ന് നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതിനായിട്ട് നമ്മുടെ പ്രാർത്ഥനാധ്വനിയുടെ ഇന്റർനാഷണൽ ചെയർമാനായിരിക്കുന്ന ബെൻസൺ പാസ്റ്റർ നമ്മുടെ ഉണ്ടല്ലോ. ഇന്ന് രാത്രി പ്രിയ കർത്തവാസൻ പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ നമ്മുടെ ഇന്നത്തെ ഈ പ്രാർത്ഥനാധ്വനി സംഘം അവസാനിപ്പിക്കും. ഞാൻ പ്രാർത്ഥിക്കാം. ഹൈഡി പാസ്റ്റർ ആശീർവാദം പറയണേ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വിശ്വസ്ത കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേരള കൗൺസിൽ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധാനത്തിലായിരിക്കാൻ പ്രാർത്ഥിപ്പാൻ സ്വർഗം ഒരുക്കിയ നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും കർത്താവിന്റെ പൊന്നുകരം ദൈവവായിച്ച കൃപയ്ക്കായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി ഞങ്ങൾ ആത്മാവിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം സഹായിച്ചല്ലോ. കർത്താവിന്റെ സ്ഥാനത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് അനുഭവിപ്പാൻ ദൈവം ഒരുക്കിയ സമയത്തിനായി സ്തോത്രം. മീറ്റിംഗ് ലീഡ് ചെയ്യാൻ ഞങ്ങളുടെ വിശുദ്ധദാസനെ ദൈവം ബലപ്പെടുത്തി കൃപയ്ക്കായി സ്തോത്രം. അധികമായി കർത്താവിന് ശക്തമായി തന്റെ കുടുംബത്തെ സഭയെ എല്ലാം മാനിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസിയും കർത്താവിനെ മാനിക്കും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അനേക കാര്യങ്ങൾക്ക് താങ്ങും തണലും ആശ്വാസമാക്കി കുടുംബമായി കർത്താവിന്റെ വേലയിൽ ദൈവരെ ശക്തമായി ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനാ സഹായികളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ കേരളത്തിലെ പ്രാർത്ഥന എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം മാനിക്കണമേ. എല്ലാ ഡിസ്ട്രിക്റ്റിലും കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന പ്രവർത്തനങ്ങൾ യൂണിറ്റുകളൊക്കെ അനുകൂലമായി നടക്കുന്ന ദൈവം സഹായിക്കണമേ. ഞങ്ങളുടെ ദാസന്മാരുടെ പിന്നിൽ ഒത്തിരി അധ്വാനിക്കുന്ന കർത്താവെ, കഴിഞ്ഞ ദിവസങ്ങൾ കർത്താവെ പല ചാപ്റ്ററിലെ കർത്താവെ എന്തൊക്കെ ഞങ്ങൾ ചെയ്യാൻ വേണ്ടിയൊക്കെ ആഗ്രഹിച്ചു കർത്താവെ, ദൈവം വേഗത തന്നെ പൂർത്തി കാണാൻ ദൈവം ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, ദൈവസഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന 26ാമത്തെ വർഷത്തേക്ക് പ്രവേശിക്കുന്ന ഒക്ടോബർ മാസം നടക്കാൻ പോകുന്ന ഇന്റർനാഷണൽ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാം വളരെ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ദേശത്തിന് പ്രത്യേക വടക്കനുള്ള ഞങ്ങളുടെ ദാസന്മാരത്തിൽ വേണ്ടി കർത്താവ് ചെയ്തേറെ കഴിയുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവ വിടുന്ന ദൈവങ്ങളുടെ മേലെ അയക്കണമേ കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം കർത്താവെ ആത്മാവിന്റെ അഭിഷേകത്താലൊക്കെ ദൈവം നിങ്ങളെ ധൈര്യവും ബലവും ശക്തി നൽകുന്ന കൃപയ്ക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആസ്വാദം പറഞ്ഞ സ്തോത്രത്തോടെ നമുക്ക് ഈ മീറ്റിംഗ് പര്യവസാനിപ്പിക്കാം. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ സകലവിധമായ അനുഗ്രഹങ്ങളും ആശ്വാസവും സമാധാനം നാം എല്ലാവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും പ്രാർത്ഥനാധ്വനിയിലുള്ള എല്ലാ കർത്തൃദാസന്മാരുടെയും ഈ രാത്രികാലം ഈ മീറ്റിംഗിലെ ദേവദാസനും അപ്പോൾ തന്നെ കർത്താവെ മീറ്റിംഗിൽ പ്രാർത്ഥനയുടെ ദേവദാസയും കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളും പ്രാർത്ഥന തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും ഇപ്പോഴും എപ്പോഴും യേശു ക്രിസ്തുവിന്റെ മഴ ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. ഇന്ന് രാത്രികാലം നമുക്ക് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ.